ഹായ്, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ എക്സാമിൻ്റെ ദിവസങ്ങളാകുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ്. നമുക്ക് എന്ന് പറയില്ല, ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയാം, എൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ എക്സാം ഒരു മാസം മുന്നേ പറയുമല്ലോ നമ്മൾ എക്സാം എന്നാണ്. അന്നപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ 10 ദിവസം മുന്നെങ്കിലും പറയുമല്ലോ. അന്നപ്പം ആ ദിവസം വിചാരിക്കും ഇന്ന് പഠിക്കും, എന്തായാലും പഠിക്കും. പിന്നെ വീട്ടിലെത്തുമ്പോൾ കുറച്ച് ഫോൺ നോക്കും, പിന്നെയും ഫോൺ നോക്കും, പിന്നെയും ഫോൺ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അന്നത്തെ ദിവസം കഴിഞ്ഞ് പിന്നെ അടുത്ത ദിവസം വിചാരിക്കും പിന്നെയും പഠിക്കും, പിന്നെയും അതേ ദിവസം തന്നെ അത് കഴിഞ്ഞു പോകും. അവസാനത്തെ 1 ദിവസം മുന്നിട്ടാണ് പഠിക്കുക. അപ്പോൾ പിന്നെ അതും പഠിക്കില്ലല്ലോ. എന്നപ്പോൾ ലാസ്റ്റ് ദിവസം വിചാരിച്ചോ നാളെ എക്സാം, അതിൻ്റെ മുന്നേ എന്തെങ്കിലും നോക്കണമല്ലോ. അങ്ങനെ നോക്കാനിരിക്കുമ്പോഴാണ് കുറച്ച് റീൽ കണ്ടാലോ പിന്നീടല്ലോ ഇൻസ്റ്റാഗ്രാമുള്ളത്. അങ്ങനെ കുറച്ച് സെക്കൻഡ്സ് അല്ലേ ഉള്ളൂ, റീല് കുറച്ച് സെക്കൻഡ്സ് അല്ലേ ഉണ്ടാവും, 1-2 കാണാൻ വിചാരിക്കുക. അങ്ങനെ ഒന്ന് ഇൻസ്റ്റാഗ്രാം തുറന്ന് ഒരു റീൽ കഴിഞ്ഞ്, 2 റീൽ കഴിഞ്ഞ്, 3 റീൽ കഴിഞ്ഞ്, അങ്ങനെ എത്രയോ റീൽ കഴിഞ്ഞ് അപ്പോഴേക്ക് 1 മണിക്കൂർ കഴിഞ്ഞുണ്ടാവും. അങ്ങനെ 1 മണിക്കൂർ പോയി. പിന്നെ പഠിക്കാനുള്ള ഒരു മൂഡും പോയി. പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ എന്തായാലും പഠിക്കണമല്ലോ. പിന്നെ അവസാനം ഫോണവിടെ കെട്ട് ഫോണവിടെ വെക്കും. പിന്നെ ബുക്ക് എടുത്ത് നോക്കി തുറക്കാൻ തുടങ്ങുകയാണ്, ഒരു ആൻസർ പഠിക്കുകയാണ്. എന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സ് വേറെ കൊണ്ട് പോകും. ഇതുവരെ ഇല്ലാത്ത ചിന്തകളൊക്കെ ചിന്തിക്കാൻ തുടങ്ങും, ആർക്കറിയാം എന്തിനാന്ന്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ കുറേ ടൈം വേസ്റ്റ് ആവും അതിലും. പിന്നെ ഒരു കാര്യം നോട്ടീസ് ചെയ്തിരിക്കണേ, നമ്മളെ എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് വരും എല്ലാ സാധനത്തിലും. എനിക്കറിയാം, ബുക്ക് എടുക്കുമ്പോൾ തന്നെ പല സാധനം നോക്കാൻ തുടങ്ങും. നമ്മളെ റൂമിലത്തൊക്കെ ഡെക്കറേറ്റീവ്സ് അങ്ങനത്തെ പല സാധനങ്ങളൊക്കെ അല്ലേ, അതൊക്കെ എടുത്ത് തൊടാൻ തുടങ്ങും. പിന്നെ കഴിഞ്ഞ കൊല്ലത്തെ വാങ്ങിയ റുബിക്സ് ക്യൂബ് ഇതുവരെ തൊട്ടില്ല, അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ തൊട്ടിട്ടില്ല. അതൊക്കെ എടുത്ത് കളിക്കാൻ തുടങ്ങും. ആർക്കറിയാം എന്തിനാ, അപ്പോൾ പഠിക്കാൻ തോന്നില്ല. ഞാൻ പിന്നെ വിചാരിക്കും എന്താ പേടിയാകത്ത, നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ നോക്കിയില്ലെങ്കിൽ നാളെ എക്സാമിന് എന്ത് ചെയ്തെന്ന് വിചാരിച്ച് പേടിക്കൂലേ. ആ പേടിയും വരുന്നില്ല. പിന്നെ പേടി വരാത്തതിൻ്റെ ടെൻഷന് വേറെ, എന്തുകൊണ്ടാണ് പേടി വരാത്തതെന്ന്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഫ്രണ്ടിനെ വിളിക്കാൻ വിചാരിക്കും. അതപ്പോൾ ഓനെ വിളിച്ച് നോക്കുമ്പോൾ ഓനും ഇതേ അവസ്ഥയിൽ. അങ്ങനെ ഓനോട് കുറേ കാര്യങ്ങൾ സംസാരിച്ച് വേറെ ടൈം അതും പോയി. പിന്നെ അവസാനം കെട്ട് പഠിക്കും. പിന്നെ പല ചിന്തകളും മനസ്സിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങും. ഇതെന്തിനാണ് പഠിക്കുന്നത്, ഒരാവശ്യമില്ലല്ലോ. നമ്മളെ മാത്സ് ബയോളജിയും ഫിസിക്സും ഒക്കെ എന്തിനാണ് പഠിക്കുന്നതൊക്കെ വിചാരിക്കും. കാരണം നമ്മൾ PDF പോയി സാധനം വാങ്ങാൻ മൈറ്റോകോൺട്രിയ ആസ് ദ പവർ ഹൗസ് ദ സെല്ലും പിന്നെ ഇൻ്റഗ്രേഷനൊന്നും ആവശ്യമില്ലല്ലോ. ചേട്ടാ ഈ പാലിന് എത്രയാണ്? മോനെ ആ പാൽ കിട്ടണമെങ്കിൽ മൈറ്റോകോൺട്രിയ ഇസ് ദ ഡാഷ് ഓഫ് ദ സെൽ. അതിൻ്റെ ഉത്തരം പറഞ്ഞാൽ നിനക്ക് ഞാൻ തരാം. പിന്നെ ആവശ്യമുണ്ടെങ്കിലും പിന്നെ ഇപ്പോൾ ഫോണിൽ നോക്കിയൊന്നും കിട്ടാത്തില്ലല്ലോ. പിന്നെ ഒന്നുകൂടി ചിന്തിച്ചാൽ മനസ്സിലാവും, നമ്മൾ ക്ലാസ് പാസ്സാവാൻ മാത്രമാണ് പഠിക്കുന്നത്, അല്ലാണ്ട് വേറെ ഒരു ആവശ്യത്തിനുമല്ല, ജസ്റ്റ് പാസ്സായി പോവാൻ. അപ്പോൾ ഇതൊക്കെ പഠിക്കുന്നത് വെറുതെ അല്ല എന്നുള്ള ചിന്തയും വരാൻ തുടങ്ങും. എന്തിനാ പഠിക്കുന്ന, ആവശ്യമില്ലാണ്ട് തന്നെ ഒരിക്കലും ഉപയോഗിക്കാൻ പോയില്ല അങ്ങനെയൊക്കെ വിചാരിച്ച് പിന്നെ അങ്ങനെയും പോകും കുറേ ടൈം. അവസാനം എന്തായാലും എക്സാം പാസ്സാവണ്ടേ, പൊട്ടാൻ പറ്റില്ലല്ലോ. എന്നാൽ പാസ്സാവാൻ എന്തെങ്കിലും പഠിക്കണ്ടേ, അത് എന്തെങ്കിലുമൊക്കെ പഠിച്ച് എക്സാം എഴുതാൻ പോകും. എക്സാമിൻ്റെ ദിവസമാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. ചിലപ്പോൾ നല്ലതായിരിക്കും, ചിലപ്പോൾ ഭയങ്കര മോശമുള്ളതായിരിക്കും. കാരണം ഉള്ളിൽ കരിഞ്ഞു പോകും, ഉള്ളിൽ കരിഞ്ഞ് നമ്മൾ എന്തിനു പഠിച്ച്, അത് കുറച്ച് പഠിച്ചില്ലേ നമ്മൾ, അതന്നെ എന്തിനാ പഠിച്ചതെന്ന് വിചാരിച്ചു. ഇതൊക്കെ എന്തിനാ പഠിച്ച്, ഒന്നും വന്നില്ലല്ലോ എന്ന് വിചാരിക്കും. ചിലപ്പോൾ നല്ലതായിരിക്കും വന്നത്. അപ്പോൾ വേറൊരു സമാധാനം ഉണ്ടോ, നമ്മൾ കുറച്ച് പഠിച്ച് നമ്മൾ പഠിച്ചൊക്കെ വരികയും ചെയ്തെന്ന്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നത് ഭാഗ്യം തന്നെ കേട്ടോ. കിട്ടിയ ഭാഗ്യം, അല്ലെങ്കിൽ ഭാഗ്യമില്ല, നിങ്ങൾക്കറിയാലോ. പിന്നെയാണ് അടുത്തത് നമ്മളെ പാരൻസിൻ്റെ എക്സ്പെക്റ്റേഷൻ. ഓരോ എക്സ്പെക്റ്റേഷനെ ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല എന്നറിയെങ്കിലും, എന്നാലും നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടോലല്ലേ, നമുക്ക് വേണ്ടി അധ്വാനിച്ച് നമ്മളെ നല്ല സ്കൂളിൽ ചേർത്തി, അപ്പോൾ ഓർക്ക് എന്തെങ്കിലും ഒരു ഇത് കൊടുക്കണ്ടേ. അങ്ങനെ വിചാരിച്ചും കുറച്ച് പഠിക്കും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളതിനും പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം പറയാം, ഞാനൊരു സബ്ജക്റ്റിനെ ക്രിട്ടിസൈസ് ചെയ്തില്ല. എല്ലാം പഠിക്കണം, എല്ലാം പഠിച്ചാലേ പാസ്സാവും. നിങ്ങൾക്ക് അറിയാലോ, പഠിക്കാണ്ടൊക്കെ ഒന്നും എല്ലാം പഠിച്ചോ. എന്നപ്പോൾ ഇതുവരെ കണ്ടവർക്ക് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. ആ പാൽ കിട്ടണമെങ്കിൽ മൈറ്റോകോൺട്രിയ ഇസ് ദ ഡാഷ് ഓഫ് ദ സെൽ. അതിൻ്റെ ഉത്തരം പറഞ്ഞാൽ നിനക്ക് ഞാൻ തരാം.